നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന് തിരൂരിൽ പ്രൗഢഗംഭീര തുടക്കം. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് ഭാഷാപിതാവിന്റെ മണ്ണിൽ COA സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച രാവിലെ മുതൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് ഇനി 12 നാൾ. കൺവെൻഷനുകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികൾ പര്യടനത്തിന്. വിവിധയിടങ്ങളിൽ മുന്നണി നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളും സജീവം. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ തുല്യതയില്ലാത്ത വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും ആളുകൾ ജീവിക്കാൻ കൊതിക്കുന്ന നാടായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷ മണ്ണായ ഗുരുവായൂരിലെ വർഗീയമായുള്ള വിഭജന നീക്കം നാട് ഒന്നാകെ തള്ളിക്കളയുമെന്നും പിണറായി. ക്രൈസ്തവ സമൂഹം വിശുദ്ധ വാരത്തിലേക്ക്. നാളെ ഓശാന ഞായർ. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 40 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ വിശുദ്ധ സൈത്ത് കൂദാശ നടന്നു. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന് തിരൂരിൽ പ്രൗഢഗംഭീര തുടക്കം. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് ഭാഷാപിതാവിന്റെ മണ്ണിൽ COA സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച രാവിലെ മുതൽ ആരംഭിക്കും. വൈകിട്ട് 4 മണിയോടെയാണ് ഘോഷയാത്ര ആരംഭിച്ചത്. 14 ജില്ലകളിലെയും കേബിൾ TV ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന സംഘം പ്രത്യേക ബാനറിന് കീഴിൽ അണിനിരന്നു. വാദ്യമേളങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, പുതുപുത്തൻ പ്രചരണ സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം ഘോഷയാത്രയ്ക്ക് മിഴിവേകി. സാംസ്കാരിക പാരമ്പര്യത്തിന്റെ നിറവിലെത്തിയ തൃശൂർ ജില്ലയുടെ സംഘത്തിന് പുലിക്കളി അകമ്പടിയായി. സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ജില്ലയിലെ പ്രവർത്തനങ്ങൾ ലഘുവെക്കുന്നത്. ഇടയ്ക്ക് മഴയെത്തിയെങ്കിലും ആവേശത്തിന് കുറവ് വന്നില്ല. പ്രത്യേക ഡ്രസ് കോഡിലൂടെയും വ്യത്യസ്ത കലാരൂപങ്ങളുടെ അവതരണമൊരുക്കിയും ഓരോ ജില്ലയുടെയും പങ്കാളിത്തം വൈവിധ്യപൂർണമായി. മണിക്കൂറുകളെടുത്താണ് ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത ഘോഷയാത്ര താഴെപ്പാലം സ്റ്റേഡിയം ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ കരുത്തും സംഘശക്തിയും വിളിച്ചോതുന്ന മഹാപ്രകടനമായി സാംസ്കാരിക ഘോഷയാത്ര മാറി. സംഘടനയുടെ വളർച്ചയ്ക്കും വികാസത്തിനും കുത്തകകൾക്കെതിരായ പോരാട്ടത്തിനുമായി നയങ്ങൾ രൂപീകരിക്കാനുതകുന്ന ഗൗരവകരമായ ചർച്ചകൾ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി നടക്കും. ജില്ലാ സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ പങ്കെടുക്കും. പരസ്യ പ്രചരണത്തിന് ഇനി 12 നാൾ. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ തുല്യതയില്ലാത്ത വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും ആളുകൾ ജീവിക്കാൻ കൊതിക്കുന്ന നാടായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. LDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടുത്തെ കോൺഗ്രസും UDFും 2016 വരെ മാറി മാറി കേരളം ഭരിച്ചവരാണ്. വിവിധ ഘട്ടങ്ങളിൽ ഇത്തരമൊരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ കേരളത്തോടൊപ്പം നിൽക്കാൻ അവർ തയ്യാറായോ? കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറായോ? പാർലമെൻറ്റിൽ നിരനിരയായി ഉണ്ടായിരുന്ന UDF MPമാർ ആരെങ്കിലും കേന്ദ്രത്തിനെതിരെ അരയക്ഷരം സംസാരിച്ചോ? ആ ഘട്ടത്തിലൊക്കെ കേന്ദ്രത്തെ പ്രീണിപ്പിക്കാൻ, കേന്ദ്രത്തിന് പിന്തുണ നൽകാൻ കേരള ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയല്ലേ സംസാരിക്കാൻ തയ്യാറായത്? എന്താണ് അവർക്കുള്ള പ്രശ്നം?
ദേശീയപാത വികസനം ഉൾപ്പെടെ വൻ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിനായി. 900ഓളം സർക്കാർ സേവനങ്ങൾ ഓൺലൈനാക്കിയതുവഴി സേവനങ്ങൾ സുതാര്യവും അതിവേഗവുമാക്കി. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നത് ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല. സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെയും നേടിയെടുത്തതാണ്. കേരളത്തിൽ ഇടം ലഭിക്കാത്ത RSSും BJPയും പകപോക്കുകയാണ്. ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട കേന്ദ്രവിഹിതം തരാതെ കേരളത്തെ വലയ്ക്കുകയാണ്. കടമെടുപ്പിനു പോലും പരിധി നിശ്ചയിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളത്തെ കേന്ദ്ര സർക്കാർ ഞെരുക്കുമ്പോൾ ശബ്ദമുയർത്തേണ്ട UDF MPമാർ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് പാർലമെന്റിൽ ചെയ്തത്. മതനിരപേക്ഷ മണ്ണായ ഗുരുവായൂരിൽ വർഗീയ വിഷം ചീറ്റുന്ന BJP നേതാവിന്റെ പ്രസ്താവന ഒറ്റപ്പെട്ടതല്ല. ഇവരുടെ വിഷം ചീറ്റൽ മതേതര മണ്ണായ ഗുരുവായൂരും കേരളവും തള്ളിക്കളയും. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായിട്ടില്ല. ഒട്ടേറെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറാൻ കേരളത്തിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ കാര്യത്തിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നാം സംഘടിപ്പിച്ചു. ആ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തോടും പറഞ്ഞു, ഇതെല്ലാം പൊതു പ്രശ്നമാണല്ലോ, നമുക്ക് ഒന്നിച്ച് നിന്നുകൂടെ, ഒന്നിച്ച് പ്രതിഷേധിക്കാം. ഞങ്ങളില്ല എന്നതായിരുന്നു മറുപടി. നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതിൻ്റെ ഭാഗമായാണ് നാം അതിജീവനം കരുത്തോടെ നേടിയത്. നമ്മുടെ ഈ മണ്ണിന് അതിൻ്റേതായ ദീർഘമായ ചരിത്രമുണ്ട്. അത് ഒരു വർഷമോ ഒരു ദശാബ്ദമോ മാത്രം നീണ്ടു നിൽക്കുന്നതല്ല, അനേക കാലമായി നിലനിൽക്കുന്ന ഒരു ചരിത്രം. ഇത് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ഗുരുവായൂർ ഒരു ആധ്യാത്മിക കേന്ദ്രമായി നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും കരുത്തുറ്റ മതനിരപേക്ഷതയുടെ വിളനിലമായൊരു കേന്ദ്രമാണ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ CPI മണ്ഡലം സെക്രട്ടറി PK രാജേശ്വരൻ അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥികളായ NK അക്ബർ, ഗീതാ ഗോപി, C രവീന്ദ്രനാഥ്, ഗുരുവായൂർ നഗരസഭ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ C സുമേഷ്, TT ശിവദാസൻ, M കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മതനിരപേക്ഷതയുടെ ഭാഗമായുള്ള ഈ നാടിൻ്റെ ആ അവസ്ഥക്ക് പോർലേൽപ്പിക്കാൻ ആളുകളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം ചീറ്റാനുള്ള ശ്രമമാണുണ്ടായിട്ടുള്ളത്. ഇത് ജാഗ്രതയോടെ എല്ലാവരും കാണണം. ആ വിഷവിത്തുക്കൾ ഞങ്ങൾ യേശില്ല എന്ന ധാരണയോടെ, നല്ല ജാഗ്രതയോടെ എല്ലാവരും അണിനിരക്കണം. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ പര്യടനം ആരംഭിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാഞ്ഞിരക്കോട് കൊടുമ്പിൽ നിന്ന് ആരംഭിച്ച പര്യടനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. KB ബബിത അധ്യക്ഷയായി. LDF മണ്ഡലം സെക്രട്ടറി MN സത്യൻ, നേതാക്കളായ പ്രേംരാജ് ചൂണ്ടലാത്ത്, EA ദിനമണി, KD ബാഹുലയൻ മാസ്റ്റർ, K കൊച്ചനിയൻ, ബിന്ദു ഗിരീഷ്, KT ഷാജൻ മാസ്റ്റർ, M നന്ദീഷ്, KM അഷ്റഫ്, S ബസദ്ലാൽ, PS പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി, വേലൂർ, കടങ്ങോട് പഞ്ചായത്തുകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. AC മൊയ്തീൻ സമഗ്രമായ വികസനം, നാടിന്റെ വികസനം സാധ്യമാക്കിയ അദ്ദേഹം വീണ്ടും ജനസമക്ഷം സമ്മതിദായകരെ അഭിമുഖീകരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വിജയിക്കേണ്ടതുണ്ട്. ഈ നാടിന്റെ അഭിമാനമായിട്ടുള്ള പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി. കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാണിപ്പയ്യൂർ മാന്തോപ്പ് സെന്ററിൽ നടന്ന പര്യടന പൊതുയോഗം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ജനവിരുദ്ധ നയങ്ങളിലൂടെ കേരളത്തെ തകർച്ചയിലേക്ക് നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനുള്ള കനത്ത പ്രഹരമായിരിക്കും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പെന്ന് മുൻ MLA TV ചന്ദ്രമോഹൻ പറഞ്ഞു. പൊതുയോഗത്തിനു ശേഷം ഉച്ചതിരിഞ്ഞ് 3:30 കാണിപ്പയ്യൂർ കിഴക്കുമുറിയിൽ നിന്നാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് തുറന്ന വാഹനത്തിൽ പ്രവർത്തകരുടെ അകമ്പടിയോടെ അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ടു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, DCC ജനറൽ സെക്രട്ടറി KJ ശങ്കർ, കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VK രമേശ്, ലീഗ് നേതാവ് മോനുട്ടി, CV ജോയ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപമെത്തിയപ്പോൾ പള്ളിയിൽ കയറി മെഴുകുതിരി കത്തിച്ച് സ്ഥാനാർത്ഥി പ്രാർത്ഥിച്ചു.
തുടർന്ന് പുതുശ്ശേരി സ്കൂൾ പരിസരം, പഴുന്നാന റേഷൻ കട തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ഓട്ടോ തൊഴിലാളികളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥി കുട്ടികളുമായി കുശലം പങ്കുവച്ചു. വൈകിട്ട് 5ഓടെ ചെമ്മന്തട്ട സെന്ററിലും തുടർന്ന് വെള്ളിത്തിരുത്തി സെന്ററിലും ശേഷം മരത്തംകോട്, അമ്പലപ്പള്ളി, റെയിൻബോ നഗർ എന്നിവിടങ്ങളിലും സ്വീകരണം നൽകി. രാത്രി 7:30ഓടെ പഴുന്നാനയിലായിരുന്നു സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ആദ്യ ദിവസത്തെ സമാപനം. കുന്നംകുളം നിയോജക മണ്ഡലം BDJS സ്ഥാനാർത്ഥി KR റിജിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശമേകി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും റോഡ് ഷോയും നടന്നു. കുന്നംകുളം തൃശൂർ റോഡിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായുള്ള ഓഫീസ് ആരംഭിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന റോഡ് ഷോ കർണാടക MLC N രവികുമാർ ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വലിയ പ്രതീക്ഷയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെക്കുന്നത്. വലിയ സുദീർഘമായ പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് നേരിടണം. കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് അനുകൂലമായ സാഹചര്യമാണ്. നേരത്തെ ഞങ്ങൾ നെന്മാറയിൽ ബഹുമാനായ തുഷാർജി ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ സമ്മേളിച്ചിരുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എല്ലാവരും ഒത്തുചേരണം, നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകണം. തുടർന്ന് നടന്ന യോഗത്തിൽ NDAയുടെ വിവിധ നേതാക്കൾ സംസാരിച്ചു. BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ താഷ്നാത്ത്, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KS രാജേഷ്, അനീഷ് മാസ്റ്റർ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഉല്ലാസ് MV, BJP മണ്ഡലം പ്രസിഡന്റ് ജെബിൻ പഴഞ്ഞി, BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് CB ശ്രീഹരി, BJP OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രജീഷ് ഐനൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സുനിൽകുമാർ, രേഷ്മ സുനിൽ, അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത്, മോനിഷ രജീഷ്, ശശികുമാർ മങ്ങാടൻ, ഷാജി ചക്കിത്തറ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. മുല്ലശ്ശേരിയിൽ പ്രതാപന്റെ പ്രഭാത നടത്തം. നാട്ടുകാരെ കണ്ടും കേട്ടും മുല്ലശ്ശേരി പഞ്ചായത്തിലൂടെ TN പ്രതാപന്റെ പ്രഭാത നടത്തം. മണലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ വോക്ക് ഫോർ മണലൂർ ശനിയാഴ്ച രാവിലെ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നിന്നാണ് ആരംഭിച്ചത്. UDF പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പ്രഭാത നടത്തത്തിൽ പങ്കാളികളായി. ചെല്ലുന്ന വഴികളിൽ കണ്ടുമുട്ടിയവരോട് ക്ഷേമാന്വേഷണം നടത്തിയും നാട്ടുവിവരങ്ങൾ തിരക്കിയും സ്നേഹം പങ്കിട്ടുമായിരുന്നു നടത്തം. വികസനത്തെക്കുറിച്ചും നാട്ടിലെ പൊതുവിഷയങ്ങളെക്കുറിച്ചുമെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതാപന്റെ വോക്ക്. PK രാജൻ, ക്ലെമൻ ഫ്രാൻസിസ്, ബബിത ലിജോ, അജിത് പ്രസാദ്, സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ വോക്ക് ഫോർ മണലൂരിന് നേതൃത്വം നൽകി. മണലൂർ നിയോജക മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂണ്ടൽ, മഴുവഞ്ചേരി, മണലൂർ, കണ്ടശാം കടവ് തുടങ്ങിയ മേഖലകളിൽ നടന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ വോട്ടഭ്യർത്ഥിച്ചെത്തിയ സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റർ, ചെറുപുഷ്പം, മറ്റ് ജീവനക്കാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ കണ്ട് അനീഷ് കുമാർ വോട്ടഭ്യർത്ഥിച്ചു. തുടർന്ന് മഴുവഞ്ചേരി മേഖലയിലും സന്ദർശിച്ച് വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. ശനിയാഴ്ച രാവിലെ മുതൽ മണലൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടന്നത്. പാന്തോട് മൂത്തേടത്ത് തറവാട് കുടുംബ കൂട്ടായ്മയിൽ പങ്കെടുത്തതിനു ശേഷം പഴങ്ങാപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കണ്ട് ആശീർവാദം വാങ്ങി. തുടർന്ന് കാഞ്ഞാണി സെന്ററിലെ വ്യാപാരികളോടും ഓട്ടോ തൊഴിലാളികളോടും വോട്ടഭ്യർത്ഥന നടത്തി. മണലൂർ പഞ്ചായത്തിൽ കണ്ടശാങ്കടവ് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിലിനെ സന്ദർശിച്ചു. തുടർന്ന് പാലാഴി, കമ്പനിപ്പടി മേഖലയിലെ തൊഴിൽ സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമെത്തി വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. BJP ജില്ലാ കമ്മിറ്റി അംഗം പ്രേംജി പോൾ, പാവർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിനീഷ് എളവള്ളി, ചൂണ്ടൽ ഏരിയ പ്രസിഡന്റ് സരിത ജയേഷ്, മണലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ്, ജനറൽ സെക്രട്ടറി CB, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി അനിൽ, ന്യൂനപക്ഷ മോർച്ച സെക്രട്ടറി KT ഔസേപ്പ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഗുരുവായൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ വിജയം സുനിശ്ചിതമാക്കാനായി മണത്തല മേഖല വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. ഗണ്ഡകർണ സ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്ന വനിതാ പാർലമെന്റ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി ഉദ്ഘാടനം ചെയ്തു. UDF വടക്കേക്കാട് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി CH റഷീദിന് സ്വീകരണവും പഞ്ചായത്ത് പര്യടനവും സംഘടിപ്പിച്ചു.
ശനിയാഴ്ച ഉച്ചയ്ക്ക് അഞ്ഞൂർ സെന്ററിൽ നടന്ന സ്വീകരണ ചടങ്ങ് KPCC ജനറൽ സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വടക്കേകാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീലിന്റെ അധ്യക്ഷതയിൽ UDF നേതാക്കളായ KV ഷാനവാസ്, യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജമാൽ സ്വാഗതവും ബേബി മാലിക് നന്ദിയും പറഞ്ഞു. വടക്കേകാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ്, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ, ഉമ്മർ മുക്കണ്ടത്ത്, അഡ്വക്കേറ്റ് അജിത്, സലാം ബദർപള്ളി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷംസീറ, OM മുഹമ്മദ് അലി തുടങ്ങി നിരവധി ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു. തുടർന്ന് വടക്കേകാട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളായ വൈലത്തൂർ, അണ്ടിക്കോട്ടിൽ കടവ്, നായരങ്ങാടി, ഞമനങ്ങാട്, വട്ടമ്പാടം, കൊമ്പത്തൽപ്പടി, മണികണ്ഠേശ്വരം, കൊച്ചന്നൂർ, ജൂതംകുളം, വടക്കേകാട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. വിവിധയിടങ്ങളിൽ നടന്ന സ്വീകരണ ചടങ്ങുകളിൽ കബീർ ഫൈസി, അജയകുമാർ, നിഖിൽ കൃഷ്ണൻ, അസീസ് മന്നലാങ്കുന്ന്, മൻസൂർ, ശ്രീധരൻ മാക്കാലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മണ്ഡലം SDPI സ്ഥാനാർത്ഥി KV നാസറിനെ ചാവക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. മണ്ഡലം പ്രസിഡന്റ് KH ഷാജഹാൻ അധ്യക്ഷനായി. മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവീനർ KB ഷാഫി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് വടക്കൂട്ട്, ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖുൽ അക്ബർ എന്നിവർ പങ്കെടുത്തു. മണ്ഡലം ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, സെക്രട്ടറി സക്കറിയ പൂക്കാട്ട്, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷഫീദ് ബ്ലാങ്ങാട്, ജോയിന്റ് സെക്രട്ടറി ഷമീർ ബ്രോഡ്വേ, ട്രഷറർ ഡോക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്ന് സ്ഥാനാർത്ഥി KV നാസർ പറഞ്ഞു. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTV അവതരിപ്പിക്കുന്ന ജനവിധി 2026 പ്രത്യേക സ്ഥാനാർത്ഥി ചർച്ചയുടെ സംപ്രേഷണം ഞായറാഴ്ച മുതൽ നടക്കും. രാവിലെ 10 മണിക്ക് മണലൂരിലെ LDF സ്ഥാനാർത്ഥി മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ C രവീന്ദ്രനാഥിന്റെ വികസന സ്വപ്നങ്ങളാണ് ആദ്യ എപ്പിസോഡിൽ സംപ്രേഷണം ചെയ്യുക. രാവിലെ 10 മണിക്ക് പുറമെ വൈകിട്ട് 6 മണിക്കും രാത്രി 10:30ക്കും ജനവിധിയുടെ പുനഃസംപ്രേഷണവും ഉണ്ടാകും. ആഗോള അതുപോലെ ദേശീയ തലങ്ങൾ വെച്ച് നോക്കിയാലും കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കിയാലും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ടാവേണ്ട കാലഘട്ടം. ജനങ്ങൾ ഇടതുപക്ഷത്തിൽ മനസ്സൊന്ന് ആശ്രയിക്കുന്നൊരു കാലം. യുദ്ധം നടക്കും, അസമത്വം വളരും. അങ്ങനെ അവിടെയെല്ലാം ഇടതുപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നൊരു കാലമാണ്. ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ മൂന്ന് മുന്നണികളും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു സംശയമില്ലാതെ ജീവിതം നാടകത്തിനായി സമർപ്പിച്ച വേലൂരിന്റെ സ്വന്തം നാടക കലാകാരനായ പ്രബലൻ വേലൂരിനെ ലോക നാടക ദിനത്തിൽ ആദരിച്ചു. CPI വേലൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രബലന്റെ വീട്ടിലെത്തിയാണ് ആദരം ഒരുക്കിയത്. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് പ്രബലനെ പൊന്നാടയണിയിച്ചു. ജില്ലാ കൗൺസിൽ അംഗം KT ഷാജൻ മാസ്റ്റർ, വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ്, AITUC മണ്ഡലം സെക്രട്ടറി PK രവീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ച് ക്രൈസ്തവർ ഓശാന ആചരണത്തിന് ഒരുങ്ങുന്നു. ഉയിർപ്പ് തിരുനാളിന് മുൻപുള്ള ഞായറാഴ്ചയാണ് ക്രൈസ്തവർ ഓശാന ആചരിക്കുന്നത്. അന്ത്യ അത്താഴത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും മുന്നോടിയായാണ് ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനെ നഗരവാസികൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് ഓശാന ആചരിക്കുന്നത്. ഒലിവിലകളുമായി ദാവീദിൻ പുത്രന് ഓശാന എന്ന് ഘോഷിച്ച് ജനങ്ങൾ കഴുതപ്പുറത്തേറി വന്ന ദൈവപുത്രനെ നഗരത്തിലേക്ക് ആനയിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ ദിവ്യബലി ഉൾപ്പെടെയുള്ള തിരുകർമ്മങ്ങളും പ്രദക്ഷിണവും കുരുത്തോല വിതരണവും നടക്കും. ഓശാന ആചരണത്തോടെ 50 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന നോമ്പിന്റെ ഏറ്റവും തീക്ഷ്ണമായ ചടങ്ങുകളിലേക്ക് ക്രൈസ്തവ സഭാ വിശ്വാസികൾ പ്രവേശിക്കും. കഷ്ടാനുഭവ ആഴ്ച, വലിയ ആഴ്ച എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ദിവസങ്ങളിൽ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും പുത്തൻപാന പാരായണവും ഉണ്ടാകും. എളിമയുടെയും പങ്കുവെക്കലിന്റെയും സന്ദേശം വിശ്വാസി സമൂഹത്തിന് പകർന്ന അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി പെസഹ ആചരണവും മാനവരുടെ പാപമോചനത്തിനായുള്ള കുരിശുമരണത്തെ സ്മരിച്ച ദുഃഖവെള്ളി ആചരണവും വലിയ ആഴ്ചയിലെ പ്രധാന ചടങ്ങുകളാണ്. മരിച്ച 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുദേവൻ നൽകുന്ന പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഓർമ്മകളുമായി ഞായറാഴ്ച ഉയിർപ്പു തിരുനാൾ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി സ്വയം നവീകരിക്കാൻ വിശ്വാസികൾക്കുള്ള അവസാന അവസരമാണ് കഷ്ടാനുഭവ ആഴ്ചയിലെ തിരുകർമ്മങ്ങൾ. ഉപവാസവും പ്രാർത്ഥനകളുമായി കുരിശുമരണത്തിനപ്പുറമുള്ള ക്രിസ്തുദേവന്റെ ഉത്ഥാനത്തിലേക്ക് ഓശാന ആചരണത്തിലൂടെ വിശ്വാസി സമൂഹം പ്രവേശിക്കും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 40 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ വിശുദ്ധ സൈത്ത് കൂദാശ നടന്നു.
40-ാം വെള്ളിയാഴ്ച സഭാ ആസ്ഥാനമായ തുഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ 9-ാം മണി നമസ്കാരത്തിന് ശേഷം നടന്ന സൈത്ത് കൂദാശയ്ക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികനായി, സഭയിലെ വൈദിക ശ്രേഷ്ഠർ സഹകാർമ്മികരായി. മെത്രാപ്പോലിത്തയും വൈദികരും ഷെമ്മാശന്മാരും സഭാ ഭാരവാഹികളും ഇടവക ഭാരവാഹികളും പങ്കെടുത്ത ഘോഷയാത്രയോടെ ആരംഭിച്ച ശുശ്രൂഷകൾ വൈകിട്ട് 5-ഓടെ സമാപിച്ചു. ശുശ്രൂഷ മധ്യേ വിശുദ്ധ മാമോദീസയ്ക്ക് ഉപയോഗിക്കുന്ന സൈത്തും തൈലാഭിഷേക സൈത്തും കൂദാശ ചെയ്തു. ശുശ്രൂഷയ്ക്ക് ശേഷം വിശ്വാസികളുടെ നെറ്റിയിൽ മെത്രാപ്പോലിത്ത സൈത്ത് മുദ്രകുത്തി നൽകി. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, തുഴിയൂർ ഭദ്രാസന ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റ്ലപ്പള്ളി, സഭാ അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു, തുഴിയൂർ ഇടവക സെക്രട്ടറി ജോഷി ജോസ്, ട്രഷറർ റെയ്ബ്സൺ ബാബു എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. 22 ക്യാരറ്റ് 1 പവൻ സ്വർണ്ണത്തിന് 230 രൂപയാണ് വർദ്ധിച്ചത്. ഇന്ന് 1 ഗ്രാം സ്വർണ്ണത്തിന് 13,575 രൂപയും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 1,80,600 രൂപയുമാണ് വില വന്നത്. ഇന്നത്തെ വിലയിൽ നിന്നും 1,840 രൂപയാണ് ഇന്നേക്ക് ഒറ്റയടിക്ക് കൂടിയത്. ഇന്നലെ 2 തവണയാണ് സ്വർണ്ണവിലയിൽ കുറവ് വന്നിരുന്നത്. 1,06,120 രൂപയായിരുന്നു ഇന്നലെ രാവിലെ 1 പവൻ ക്യാരറ്റ് 22 ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില. രാത്രിയോടെ 1,06,760 രൂപയായി സ്വർണ്ണവില. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമുള്ള നിരക്കുകളാണ് ഇത്. അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരതയാണ് ഈ അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് കാരണം. ഇക്കഴിഞ്ഞ മാർച്ച് 23-ന് സ്വർണ്ണവില 99,480 രൂപ എന്ന നിരക്കിൽ എത്തിയിരുന്നു. മന്ദലാംകുന്ന് കുന്നത്തെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് ഷംസുദ്ദീൻ ബാവൽ ഖാദിരിയുടെ 88-ാം ആണ്ട് നേർച്ച ആഘോഷവും ദുവാ സമ്മേളനവും നടന്നു. വെള്ളി ശനി ദിവസങ്ങളിലായിട്ടായിരുന്നു ആഘോഷം. ആണ്ട് നേർച്ചയുടെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് കുന്നത്തെ പള്ളി സെക്രട്ടറി PK ഹൈദറിന്റെ അധ്യക്ഷതയിൽ പള്ളി ഇമാം അഷ്കർ അലി ബദ്രി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് സാബിർ അസനി കണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി. ശനിയാഴ്ച രാവിലെ പള്ളി പ്രസിഡന്റ് PH ഹംസു പതാക ഉയർത്തി. തുടർന്ന് 9 മണിക്ക് ഭക്ഷണ വിതരണവും ഉണ്ടായി. വൈകിട്ട് 4 മണിക്ക് മൗലിദ് പാരായണവും തുടർന്ന് മന്ദലാംകുന്ന് മഹല്ല ഖത്തീബ് ഉസ്താദ് മൻസൂർ ദാരിമി അയ്യായ മുഖ്യപ്രഭാഷണവും നടത്തി. തുടർന്ന് നടന്ന ദുവാ സമ്മേളനത്തിന് സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി കൂരിക്കുഴി തങ്ങൾ നേതൃത്വം നൽകി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഷഹീർ പടിഞ്ഞാറയിൽ സ്വാഗതവും കൺവീനർ ഷംസുദ്ദീൻ കരിയാടൻ നന്ദിയും പറഞ്ഞു. നേർച്ചയാഘോഷത്തിന് ചെയർമാൻ ഷഹീർ പടിഞ്ഞാറയിൽ, കൺവീനർ ഷംസുദ്ദീൻ കരിയാടൻ, ട്രഷറർ ഷുഹൈബ് കുട്ടിയകത്ത് തുടങ്ങിയവരും ശൈഖ് ഷംസുദ്ദീൻ ബാവൽ ഖാദിരിയുടെ പേരക്കുട്ടികളും നേതൃത്വം നൽകി. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന്റെ 45-ാമത് വാർഷികാഘോഷമായ സുമാനസം 2026 വിവിധ പരിപാടികളോടെ നടന്നു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് M. ചീരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാലസഹായ സമിതി രക്ഷാധികാരി ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പാൾ NJ ലിസി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതുച്ചേരി അരുവി റീഹാബിലിറ്റേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ വർഗീസ് പാലത്തിങ്കൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ മേഖലകളിൽ നിന്ന് ചൈതന്യയ്ക്ക് പിന്തുണ നൽകിവന്ന കോമള ബേക്കറി ഉടമ KN കോമള, ഇന്ദിരാ ബേക്കറി ഉടമ പ്രദീപ് കുമാർ, ശരവണ ബേക്കറി ഉടമ KK ബാലകൃഷ്ണൻ, KMO വെജിറ്റബിൾസ് ഉടമ മുഹമ്മദ് ഷഹീദ് എന്നിവരെ ആദരിച്ചു. LIC ഓഫ് ഇന്ത്യ ചൈതന്യ സ്കൂളിന് നൽകുന്ന 21 സീറ്റുള്ള പുതിയ വാഹനത്തിനായി 17,48,921 രൂപയുടെ ചെക്ക് കുന്നംകുളം LIC ചീഫ് മാനേജർ R. നന്ദകുമാർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ സുനിൽകുമാർ എന്നിവർ ചേർന്ന് കൈമാറി. ഡോക്ടർ താജ് പോൾ, ലയൺ CA, വിമൽ വേണു, സാമൂഹ്യ പ്രവർത്തക സലോമി ജേക്കബ്, ഫസലുദ്ദീൻ, കമറുദ്ദീൻ, ഗിൽബർട്ട് പാറമേൽ, M. രാംദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ചൈതന്യയുടെ സ്ഥാപക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ബാലസഹായ സമിതി രക്ഷാധികാരി അന്തരിച്ച അബി ഡേവിഡിനെ അനുസ്മരിച്ചു. തുടർന്ന് വൊക്കേഷണൽ വിഭാഗം നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ലാഭവിഹിതം വിദ്യാർത്ഥികൾക്ക് മെത്രാപ്പോലീത്ത കൈമാറി. ചടങ്ങുകൾക്ക് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, കലാഭവൻ ബാദുഷിയും സംഘവും അവതരിപ്പിച്ച കോമഡി ഉത്സവം, സാക്സോഫോൺ നാഷണൽ അവാർഡ് ജേതാവ് കിഷോർ കുമാർ അന്തിക്കാട് അവതരിപ്പിച്ച സംഗീത പരിപാടിയും ഉണ്ടായി. ബാലസഹായ സമിതി ട്രഷറർ രാംദാസ് നന്ദി പറഞ്ഞു. പൈതൃകം ഗുരുവായൂരിന്റെയും ചിറയൻ കീഴ ഗംഗാധരൻ നായർ സ്മാരക ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ ലോക നാടക ദിനം ആചരിച്ചു. പ്രശസ്ത കലാനിരൂപകൻ E. ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. നാടക കലാകാരന്മാർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന നടൻ ശിവജി ഗുരുവായൂരിനെ ആദരിച്ചു. കാഞ്ചന G. നായർ, KU കൃഷ്ണകുമാർ, ബിജു ബാലകൃഷ്ണൻ, മുരളി പുറനാട്ടുകര, മണലൂർ ഗോപിനാഥ്, ചന്ദ്രൻ ചങ്കത്ത്, സജീവൻ നമ്പ്യത്ത്, ഡോക്ടർ MN രാജീവ്, ഷൈജൻ ശ്രീവത്സം, KK വേലായുധൻ, ശ്രീകുമാർ P. നായർ, രവി വട്ടരങ്ങത്ത്, മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിരുവനന്തപുരം രംഗപ്രഭാത് ചിൽഡ്രൻസ് തിയേറ്ററിന്റെ
ആൽഫി 12 മിസ്സിംഗ് എന്ന നാടകം അരങ്ങേറി. നാടക് ഗുരുവായൂർ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെയും ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക നാടക ദിനാചരണം സംഘടിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന നാടക ദിനാചരണം കവയത്രി ധന്യ വേങ്ങച്ചേരി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. മേഖലാ ട്രഷറർ സുഗതൻ ഞമനങ്ങാട് ലോക നാടകദിന സന്ദേശം വായിച്ചു. വായനശാല മുൻ സെക്രട്ടറി K രാമകൃഷ്ണൻ, നാടക് മേഖലാ സെക്രട്ടറി റോഷൻ കേശവൻ, മേഖലാ പ്രസിഡന്റ് V വിദ്യാധരൻ, പ്രോഗ്രാം കൺവീനർ CJ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് 2 ലഘുനാടകങ്ങളുടെ അവതരണവും നടന്നു. ലത്തീഫ് മമ്മിയൂർ എഴുതി ബാബു അരികന്നിയൂർ സംവിധാനം ചെയ്ത ദി ഫീസ് എന്ന നാടകത്തിൽ ബാബു കാവീട്, ശശി ആഴ്ചത്ത്, മുജീബ് ഗുരുവായൂർ, ഹരി വടക്കൂട്ട് എന്നിവർ അഭിനയിച്ചു. ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തിരിച്ചു വരുമ്പോ ഇവിടെ ജോലി ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാനാവില്ല. സാരമില്ല, വാക്കേറിയ ദൈവം അന്നവും തരാതിരിക്കില്ല. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഒരു വാതിൽ അടഞ്ഞ മറ്റൊരു വാതിൽ തുറക്കും സാറേ. രതീഷ് കലാലയ എഴുതി സംവിധാനം ചെയ്ത കലാലയം ഞമനേങ്ങാടിൻ്റെ കാലനും വേണുവും എന്ന നാടകത്തിൽ ദിവ്യ കലാലയ, ഫൈസൽ കലാലയ എന്നിവരോടൊപ്പം രതീഷ് കലാലയെയും പ്രധാന വേഷത്തിൽ അരങ്ങിലെത്തി. പ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുരാഘോഷത്തോടനുബന്ധിച്ചുള്ള പന്തൽ നിർമ്മാണം പുരോഗമിക്കുന്നു. മനോഹരമായ പന്തലുകളാണ് ഉയരുന്നത്. തൃശൂർ ജില്ലയിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം. മാർച്ച് 30, 31 തീയതികളിലായി നടക്കുന്ന പൂരാഘോഷത്തിനായി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയോരത്ത് ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ആരംഭത്തിലാണ് നിലപ്പന്തലൊരുക്കുന്നത്. 3 നിലകളിലുള്ള പന്തലിന്റെ നിർമ്മാണമാണ് പുരോഗമിച്ചു വരുന്നത്. വർഷങ്ങളായി പൂരാഘോഷത്തിന്റെ പ്രധാന ആകർഷണമാണ് സംസ്ഥാന പാതയോട് ചേർന്നുള്ള നിലപ്പന്തൽ. ചെമ്മണ്ണൂർ സ്വദേശിയായ രാജന്റെ നേതൃത്വത്തിലാണ് പന്തലൊരുക്കുന്നത്. വിദഗ്ധരായ തൊഴിലാളികളാണ് പന്തലൊരുക്കുന്ന പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി വരുന്നത്. കവുങ്ങ്, മുള, ഇരുമ്പ് പൈപ്പ് എന്നിവ ഉപയോഗിച്ചാണ് പന്തൽ നിർമ്മാണം നടത്തുന്നത്. പന്തൽ നിർമ്മാണം പൂർത്തിയാക്കി ദീപാലങ്കാര ജോലികൾ കൂടി പൂർത്തീകരിച്ച് ഞായറാഴ്ചയോടെ നിലപ്പന്തൽ ദീപപ്രഭയിൽ ആളുകളെ ആകർഷിക്കുന്ന വിധത്തിലാകും. ഇതോടെ ഉത്സവത്തിനെത്തുന്നവരുടെ മനം നിറയ്ക്കുന്ന നിലയിലേക്ക് 3 നിലകളിലായി തലയുയർത്തി നിൽക്കുന്ന നിലപ്പന്തൽ മാറുമെന്നതിൽ തർക്കമില്ല. ബദനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള കുന്നംകുളം ബദനി സെന്റ് മേരീസ് നഴ്സറി സ്കൂളിന്റെ ഈ വർഷത്തെ കോൺവക്കേഷൻ ചടങ്ങ് നടന്നു. ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ LF കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J ബിൻസി ഉദ്ഘാടനം ചെയ്തു. LKG കുരുന്നുകളുടെ സ്വാഗത നൃത്തത്തോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC അധ്യക്ഷനായി. ബദനി സെന്റ് ജോൺസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OAC, ബദനി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ബദനി സെന്റ് ജോൺസ് മുൻ പ്രിൻസിപ്പൽ ഫാദർ പത്രോസ് OAC, ബദനി സെന്റ് മേരീസ് പ്രിൻസിപ്പൽ റീന ഡേവിസ് എന്നിവർ സംസാരിച്ചു. LF കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J ബിൻസി കുരുന്നുകൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കുമാരി അഡ്ലിൻ ഗ്രേസ് ഡിൽജോ സ്വാഗതവും കുമാരി എയ്സ്ലിൻ ഷൈൻ നന്ദിയും പറഞ്ഞു. പുതിയ അധ്യയന വർഷം തുടക്കം കുറിച്ചുകൊണ്ട് പഴുനാന ലിവ ഉൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ പ്രവേശനോത്സവവും പുതുതായി സജ്ജീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനവും നടന്നു. ഖത്തീബ് യൂസഫ് അലി ബാക്കവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മദ്രസ മാനേജ്മെന്റ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉമ്മർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. മരത്തങ്കോട് റേഞ്ച് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി, സിംല ഹസൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. മഹല്ല മാനേജ്മെന്റ് ഭാരവാഹികളായ സലീം ഹാജി, സലീം, മദ്രസ സദർ മുവല്ലിം ഹംസ സുഹരി, അസിസ്റ്റന്റ് സദർ സിയാദ് മോനി, അലി മുസ്ലിയാർ, മാനേജ്മെന്റ് സെക്രട്ടറി യൂസഫ് MM, ട്രഷറർ യൂസഫ് ഹാജി എന്നിവരും മദ്രസ കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. പുതുതായി എത്തിയ വിദ്യാർത്ഥികളെ മധുരം നൽകി സ്വീകരിച്ചതോടുകൂടിയാണ് പ്രവേശനോത്സവം സമാപിച്ചത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ പിടികൂടി. തെക്കേക്കര ചാഴിക്കുളം ജനാർദ്ദനന്റെ ഉടമസ്ഥതയിലുള്ള പുറംപറമ്പിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. രാവിലെ കൃഷിയിടത്തിലെത്തിയ ജനാർദ്ദനൻ തന്നെയാണ് കിണറ്റിൽ വീണ നിലയിൽ
കാട്ടുപന്നിയെ കണ്ടത്. ഉടൻ തന്നെ വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ടിനെ വിവരം അറിയിച്ചു. വാർഡ് മെമ്പർ ഫ്രിൻഡോ കണ്ണനായ്ക്കൽ എന്നിവർ ചേർന്ന് വിവരം അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറെ നേരം പരിശ്രമിച്ചാണ് കാട്ടുപന്നിയെ പിടികൂടിയത്. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,575 രൂപ. സ്വർണം പവന് 1,08,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചർമ്മം തൊഴിയൂർ താഴിശ്ശേരി കൊമ്പത്തയിൽ ഓയിൽ മില്ലിന് സമീപം താമസിക്കുന്ന പരേതനായ കാളിയത്ത് അബുമാസ്റ്ററുടെ മകൻ കാളിയത്ത് റഫീഖ് എന്ന റാഫി നിര്യാതനായി. കബറടക്കം പാലേമാവ് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. 56 വയസ്സായിരുന്നു. റസീന ഭാര്യയും നിഹാല, ലിയാന, ഇശൽ എന്നിവർ മക്കളുമാണ്. കടപ്പുറം പുതിയങ്ങാടി പള്ളിക്ക് തെക്കുവശം താമസിക്കുന്ന കൊളങ്ങരകത്ത് പരീത് ഭാര്യ ബീവാത്തു നിര്യാതയായി. 70 വയസ്സായിരുന്നു. കബറടക്കം പുതിയങ്ങാടി ഹസൻ പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഹുസൈൻ, ഷമീറ, റസിയ എന്നിവർ മക്കളാണ്. ചൊവ്വന്നൂർ അമ്പലം കുരിശിന് സമീപം തൃക്കൂക്കാരൻ ദേവസി മകൻ വർഗീസ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. കുന്നംകുളം നാഷണൽ ഗാരേജ് ഉടമയാണ് പരേതൻ. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. സില്ല ഭാര്യയാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന് തിരൂരിൽ പ്രൗഢഗംഭീര തുടക്കം. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് ഭാഷാപിതാവിന്റെ മണ്ണിൽ COA സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച രാവിലെ മുതൽ. പരസ്യ പ്രചരണത്തിന് ഇനി 12 നാൾ. കൺവെൻഷനുകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികൾ പര്യടനത്തിന്. വിവിധങ്ങളിലായി മുന്നണി നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളും സജീവം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ തുല്യതയില്ലാത്ത വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും ആളുകൾ ജീവിക്കാൻ കൊതിക്കുന്ന നാടായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷ മണ്ണായ ഗുരുവായൂരിലെ വർഗീയമായുള്ള വിഭജന നീക്കം നാട് തള്ളിക്കളയുമെന്നും പിണറായി. ക്രൈസ്തവ സമൂഹം വിശുദ്ധ വാരത്തിലേക്ക്. നാളെ ഓശാന ഞായർ. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 40 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ വിശുദ്ധ സൈത്ത് കൂദാശ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.